അപ്പോൾ നമ്മളിന്നൊരു കിടിലൻ സംഭവമായി വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി മുതിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. വേറെ ഒന്നുമല്ല, ചെറിയ രീതിയിലൊരു ഓംലെറ്റ് എല്ലാം അടിച്ചിട്ട് ഉള്ളൊരു പരിപാടിയാണ്. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് മുട്ടയും പിന്നെ നമ്മൾ മറ്റേ പച്ചക്കറി വർഗ്ഗങ്ങളായ നമ്മുടെ സ്വന്തം ക്യാപ്സിക്കം, തക്കാളി, പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞിട്ടത്. കാരണം സബോള ഉണ്ടായിരുന്നില്ല, ഞാൻ ചെന്നപ്പോൾ അടുക്കളയിൽ നോക്കിയപ്പോൾ കണ്ടില്ല. അത് കാരണം അതിട്ട് നമ്മുടെ പാത്രത്തിലിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് ആവശ്യത്തിന് മാത്രം ഇട്ടാം. അതിനുശേഷം ഞാൻ കുറച്ച് മുളകും പൊടി ഇട്ടു. മുളകും പൊടിയും ദെൻ നമ്മുടെ സ്വന്തം എന്താ പറയുക കുരുമുളക് പൊടി ഇല്ലാത്തൊരു സംഭവം ഞാൻ ഉണ്ടാക്കുമ്പോൾ എളുപ്പമല്ല. കാരണം എനിക്ക് കുരുമുളക് പൊടി ഭയങ്കര ഇഷ്ടം. ഇങ്ങനത്തെ സംഗതികൾ ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ കുരുമുളക് പൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സംഭവം തന്നെയാണ്. അപ്പോൾ ഞാൻ കുരുമുളക് പൊടിയൊക്കെ ഇട്ട് അവസാനം നമ്മുടെ നന്നായിട്ട് അതൊന്ന് അടിച്ചെടുത്ത് നല്ല സെറ്റപ്പാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നു. ഓക്കെ, ദെൻ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പൊറോട്ട, 2 പൊറോട്ടയാണ് ഞാനിതിൽ യൂസ് ചെയ്യുന്നത്. പൊറോട്ടകൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ദെൻ നമ്മൾ നമ്മുടെ സ്റ്റൗ കത്തിക്കുന്നു. അതിന് മുകളിലേക്ക് നമ്മുടെ വലിയ പാൻ കൊടുന്ന് വെക്കുകയാണ് ഗൈസ്, കൊടുന്ന് വെക്കുകയാണ്. അതിലേക്ക് നമ്മുടെ പൊറോട്ടയെ വലിച്ചെറിഞ്ഞ് പൊറോട്ടയുടെ ഒരു ഫുൾ രൂപം വീഡിയോ എടുക്കുകയാണ്. ഇനി ഈ പൊറോട്ട നമുക്ക് കാണാൻ പറ്റില്ല ഇങ്ങനെ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ എടുത്ത് വെച്ചു. ദെൻ ആ പൊറോട്ടയുടെ മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച നമ്മുടെ ഓംലെറ്റ് എന്ന് ഞാൻ അവകാശപ്പെടുന്ന ഈ സംഗതിയുടെ ദ്രാവകം ഞാനതിന് മുകളിൽ കലക്കി ഒഴിക്കുകയാണ് ഗൈസ്, കലക്കി ഒഴിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞങ്ങളിങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ഞാൻ പറഞ്ഞത് മാത്രം. ദെൻ ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു പിസ്സ പോലെയൊക്കെ തോന്നി. പക്ഷേ എല്ലാവർക്കും പിസ്സ പോലെ തോന്നണമെന്നൊന്നുമില്ല. ഇത് എന്തിട്ട് തേങ്ങയെന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവാം. ബട്ട് ഞാനത് ചെയ്തതിന് ശേഷം അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന നമ്മുടെ സ്വന്തം പൊറോട്ടയെ ഈ പൊറോട്ടയോട് ചേർത്ത് വെച്ചു. ഇവർ തമ്മിൽ ചേരാനുള്ള കാരണം നമ്മുടെ സ്വന്തം മുട്ടയും അതിലുള്ള പച്ചക്കറിയുമാണ്. അങ്ങനെയാണ് ഇവർ തമ്മിൽ ചേരുന്നത്. ആ ചേർച്ച നമുക്കൊരു ചേർച്ചയായിട്ട് തോന്നുന്നുള്ളത് നമ്മൾ കഴിച്ചു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനത് ഒന്ന് കുക്ക് ചെയ്ത് വന്നിട്ടൊന്ന് മറച്ചിട്ടിട്ട് ആ ഭാഗം ഒന്ന് ചൂടാക്കി. അപ്പോൾ ഇത് നല്ല എന്താ പറയുക, നല്ല ക്രിസ്പി ഉണ്ട് അതിൻ്റെ ഒരു ഭാഗം. അടുത്ത ഭാഗം തിരിച്ചിട്ടപ്പോൾ അതും ക്രിസ്പിയായി. അങ്ങനെ ക്രിസ്പിനായ സംഭവം നമ്മൾ നേരെ പ്ലേറ്റിലേക്ക് മാറ്റാൻ സമയമായി എനിക്ക് തോന്നിയപ്പോൾ നേരെ ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് പതക്കോം എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടു. അതിന് ശേഷം ആണ് മോനെക്കാളി നേരെ ഒരു കടാര എടുത്ത് അത് 2 പീസാക്കി. എന്നിട്ട് ഞാൻ അതിനിങ്ങനെ സാൻഡ്വിച്ച് പോലെ മടക്കി. അപ്പോൾ എനിക്ക് കിട്ടിയൊരു സമാധാനം ഉണ്ടല്ലോ, അത് അങ്ങനെ പറഞ്ഞറിയാൻ പറ്റില്ല മോനെ. എന്നിട്ട് ഞാനതിങ്ങനെ എടുത്തിട്ട് ക്യാമറ മുന്നിലും കാണിച്ചു, മറ്റേ ഈ സാധാരണ ഫുഡ് ഉണ്ടാക്കുന്ന ആൾക്കാരെ കാണിക്കുന്ന പോലെ. അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ കുറച്ച് സോസ് ഒഴിച്ചിട്ട് മടക്കി കഴിഞ്ഞാൽ ശരിക്കും ഒരു സാൻഡ്വിച്ചിൻ്റെ ഒരു സെറ്റപ്പ് നമ്മുടെ ഒരു സന്തോഷത്തിന്. അപ്പോൾ ഞാനതങ്ങനെ മടക്കി അതിലെന്താ പറയുക മടക്കി നിർത്തി അതിൽ കുറച്ച് സോസൊക്കെ ഒഴിച്ചു. സോസല്ല, കെച്ചപ്പാണത്. കെച്ചപ്പ് ഒഴിച്ചിട്ട് അതിൻ്റെ കുറച്ച് ക്ലോസ് ഷോട്ടുകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നതിന് ശേഷം ഞാൻ മെല്ലെ അത് തിരിച്ചു മടക്കുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. അതിനുശേഷം ഞാനത് കഴിക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല. കാരണം ഇത് കാണിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ കഴിക്കാൻ തോന്നിയിട്ട് നിങ്ങൾ അപ്പം തന്നെ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ മുട്ടയില്ല, നോക്കുമ്പോൾ പൊറാട്ടയില്ല, കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ മുട്ടയും പൊറോട്ടയും വെച്ച് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഡിഷുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ.